എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരുവിലേക്ക് സ്വാഗതം. കണ്ണൂർ യൂണിവേഴ്സിറ്റി PG പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള തേർഡ് അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. യൂണിവേഴ്സിറ്റി ഫീ, കോളേജ് ജോയിനിങ്, ഹയർ ഓപ്ഷൻ ക്യാൻസലൈസേഷൻ എന്നിവയുമായി ബന്ധപ്പെട്ടുള്ള വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുമുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശദമായ അപ്ഡേറ്റിലേക്ക് തന്നെ കിടക്കാം. ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥിനികൾ തീർച്ചയായും പഠിക്കേണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് തന്നെ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കടക്കാം. കണ്ണൂർ യൂണിവേഴ്സിറ്റി PG പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള തേർഡ് അലോട്ട്മെൻറ്റ് ഇന്നലെ പ്രസിദ്ധീകരിച്ചു. അപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞപ്പോൾ പ്രവേശനം ലഭിച്ച വിദ്യാർത്ഥികൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു 3 ഘട്ടങ്ങളെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ആ 3 ഘട്ടങ്ങൾ എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമല്ല. ഒന്ന് യൂണിവേഴ്സിറ്റി ഫീ, കോളേജ് ജോയിനിങ്, ഹയർ ഓപ്ഷൻ ക്യാൻസലൈസേഷൻ ഒക്കെ എന്നുള്ള 3 ഘട്ടങ്ങളാണ് പ്രധാനമായിട്ടും ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനി ശ്രദ്ധിക്കേണ്ടതായ ഘട്ടം എന്ന് തന്നെ പറയുന്നത്. ഇതിൽ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി ഫീയെക്കുറിച്ചാണ്. അതായത് ഈ യൂണിവേഴ്സിറ്റി ഫീ എന്ന് പറയുന്നത് ആരൊക്കെ അടയ്ക്കണം, ആരൊക്കെ അടയ്ക്കേണ്ട എന്നുള്ളത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം. നിങ്ങൾ ഒന്നാമത്തെ അലോട്ട്മെൻറ്റിലോ അതുപോലെ തന്നെ രണ്ടാമത്തെ അലോട്ട്മെൻറ്റിലോ പ്രവേശനം ലഭിക്കുകയും ടെമ്പററി ആയിട്ട് ചേർന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിറ്റി ഫീ വീണ്ടും അടയ്ക്കേണ്ടതില്ല. നിങ്ങൾ ഒന്നാമത്തെ അലോട്ട്മെൻറ്റിലോ രണ്ടാമത്തെ അലോട്ട്മെൻറ്റിലോ പ്രവേശനം ലഭിച്ചവരാണെങ്കിൽ ഓൾറെഡി നിങ്ങൾ ആ ടൈമിൽ യൂണിവേഴ്സിറ്റി ഫീ, അത് ജനറൽ കാറ്റഗറി എന്ന് പറയുമ്പോൾ 980 രൂപയും SC/ST കാറ്റഗറിക്ക് 910 രൂപയും നിങ്ങൾ അടച്ചിട്ടുണ്ടാകും. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ വീണ്ടും യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കേണ്ടതില്ല. അപ്പോൾ ആരാണ് ഈ യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കേണ്ടവർ? ഒന്നാമത്തെ അലോട്ട്മെൻറ്റിലും അതുപോലെ തന്നെ രണ്ടാമത്തെ അലോട്ട്മെൻറ്റിലും ഒരു കോളേജിലും പ്രവേശനം ലഭിക്കാതിരിക്കുകയും മൂന്നാമത്തെ അലോട്ട്മെൻറ്റിൽ ആദ്യമായി പ്രവേശനം നേടിയവർ, അത് ഒന്നാമത്തെ അലോട്ട്മെൻറ്റിലും രണ്ടാമത്തെ അലോട്ട്മെൻറ്റിലും ഒരു കോളേജിലും കോഴ്സിലും പ്രവേശനം ലഭിച്ചില്ല. ഒന്നാമത്തെ അലോട്ട്മെൻറ്റിലും രണ്ടാമത്തെ അലോട്ട്മെൻറ്റിലും ഒരു കോളേജിലും പ്രവേശനം ലഭിക്കാതെ മൂന്നാമത്തെ അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ട് പ്രവേശനം നേടുക. മൂന്നാമത്തെ അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ട് പ്രവേശനം നേടിയ വിദ്യാർത്ഥിനികൾ യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കണം. ജനറൽ കാറ്റഗറിക്ക് 980 രൂപയും SC/ST കാറ്റഗറിക്ക് 910 രൂപയും ആണ് യൂണിവേഴ്സിറ്റി ഫീ ഇനത്തിൽ അടയ്ക്കേണ്ടത്. കോളേജ് ജോയിനിങ് ജൂലൈ മാസം 18, 19 തീയതികളിലാണ്. ജൂലൈ മാസം 18, 19 തീയതികളിലാണ് നിങ്ങൾ കോളേജിൽ ജോയിൻ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ലഭിച്ച ഓപ്ഷൻ ഇഷ്ടമുള്ളതാണെങ്കിലും ശരി, ഇഷ്ടമില്ലാത്തതാണെങ്കിലും ശരി, നിങ്ങൾ എന്ത് ചെയ്യണം? ഫീസ് അടച്ച് പെർമനൻ്റ് ആയിട്ട് ജോയിൻ ചെയ്യണം. തേർഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ ഇല്ല. SC/ST PWBD വിദ്യാർത്ഥികൾക്ക് മാത്രമേ ടെമ്പററി അഡ്മിഷൻ ഉള്ളൂ. കാരണം എന്ന് പറയുന്നത് ഇനി അടുത്ത ഒരു 4th അലോട്ട്മെൻറ്റ് SC/ST PWBD സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് വരുന്നത് കൊണ്ട് SC/ST PWBD കാറ്റഗറിയിൽപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് എന്ത് ചെയ്യും? നടക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് മാത്രം SC/ST PWBD വിഭാഗത്തിൽ പെടുന്ന വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യാം? ടെമ്പററി അഡ്മിഷൻ എടുക്കാം. അല്ലാതെയുള്ള മുഴുവൻ വിദ്യാർത്ഥികളും, അല്ലാതെ ഇപ്പോൾ ജനറൽ, OBC, EWS എന്നിങ്ങനെ വരുന്ന എല്ലാ കാറ്റഗറിയിൽപ്പെടുന്ന വിദ്യാർത്ഥികളും SC/ST PWBD കാറ്റഗറി ഒഴികെ ബാക്കി എല്ലാ കാറ്റഗറിയിൽപ്പെടുന്ന വിദ്യാർത്ഥികൾക്കും തേർഡ് അലോട്ട്മെൻറ്റോടു കൂടി നിങ്ങൾക്ക് ലഭിച്ച കോളേജും കോഴ്സിലും നിങ്ങൾ തൃപ്തരാണെങ്കിലും, നിങ്ങൾക്ക് ലഭിച്ച കോളേജിലും കോഴ്സിലും നിങ്ങൾ തൃപ്തരല്ലെങ്കിലും ഫീസ് അടച്ച് സ്ഥിരപ്രവേശനം നേടണം. SC/ST PWBD വിദ്യാർത്ഥികൾക്ക് ഇനി ഒരു അലോട്ട്മെൻറ്റ് ഉണ്ട്, സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ഉണ്ട്. അതുകൊണ്ട് മാത്രം എന്ത് ചെയ്യാം? അവർക്ക് ടെമ്പററി അഡ്മിഷൻ എടുത്ത് അടുത്ത അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ സാധിക്കും. അല്ലാതെയുള്ള മുഴുവൻ വിദ്യാർത്ഥികളും കോളേജിൽ ഫീസ് അടച്ച് പെർമനൻ്റ് അഡ്മിഷൻ നേടണമെന്നുള്ളത് ശ്രദ്ധ പതിപ്പിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. ഇനി ഹയർ ഓപ്ഷൻ ക്യാൻസലൈസേഷൻ. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ പരമാവധി ഒരു 20 ഓപ്ഷൻ കൊടുത്തു, നിങ്ങൾ 5ാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ചു,
ഇപ്പം തേർഡ് അലോട്ട്മെൻറ്റിൽ ഹയർ ഓപ്ഷൻ ക്യാൻസലൈസേഷന് പ്രസക്തി ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് പ്രസക്തി ഉണ്ടെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് നമുക്ക് പ്രധാനമായിട്ടും ഇല്ല എന്ന് തന്നെ പറയാൻ സാധിക്കും. കാരണം എന്ന് വെച്ചാൽ തേർഡ് അലോട്ട്മെൻറ്റോട് കൂടി നിങ്ങൾക്ക് ലഭിച്ച കോളേജും കോഴ്സും ഇഷ്ടമുള്ളതാണെങ്കിലും അതുപോലെ തന്നെ ഇഷ്ടമില്ലാത്തതാണെങ്കിലും ഞാൻ ആദ്യമേ പറഞ്ഞു നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കണം. അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ അപ്പോൾ ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞു, SC/ST PWBD വിദ്യാർത്ഥികൾക്ക് ടെമ്പററി അഡ്മിഷൻ എടുത്ത് SC/ST PWBD സ്പെഷ്യൽ അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. അപ്പം എല്ലാ തരത്തിൽപ്പെട്ട വിദ്യാർത്ഥികളും ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു SC/ST PWBDയിൽ പെടുന്ന വിദ്യാർത്ഥികൾ 20 ഓപ്ഷൻ കൊടുക്കാം. 5ാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ചു. ഈ 5ാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ച വിദ്യാർത്ഥി എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുള്ള, വളരെ തൃപ്തിയുള്ളൊരു ഓപ്ഷനാണ്. ഈ വിദ്യാർത്ഥിക്ക് വേറൊരു ഓപ്ഷൻ വേണമെന്നില്ല. പക്ഷേ ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാൻ മറന്നുപോയി. അടുത്ത SC/ST PWBD അലോട്ട്മെൻറ്റിൽ പുതിയൊരു ഓപ്ഷൻ ഹയർ ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ചാൽ നിർബന്ധമായും ഹയർ ഓപ്ഷനിലേക്ക് മാറേണ്ടി വരും. അതാണ് പറഞ്ഞത്, നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച ഓപ്ഷൻ SC/ST PWBD വിദ്യാർത്ഥികൾ ഇപ്പോൾ ലഭിച്ച ഓപ്ഷനിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ ഹയർ ഓപ്ഷനുകൾ റദ്ദ് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ലഭിച്ച ഓപ്ഷനുകളിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ ഹയർ ഓപ്ഷനുകൾ റദ്ദ് ചെയ്യേണ്ടത് നിർബന്ധമാണ്. എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച ഓപ്ഷൻ നിങ്ങൾ തൃപ്തരല്ല, ഇപ്പോൾ നിങ്ങൾക്ക് SC/ST PWBD കാറ്റഗറിയിൽ പെടുന്ന ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച ഓപ്ഷൻ നിങ്ങൾക്ക് തൃപ്തരല്ല, എങ്ങനെയെങ്കിൽ ഹയർ ഓപ്ഷനുകൾ ഒരു കാരണവശാലും ക്യാൻസൽ ചെയ്യരുത്. ഹയർ ഓപ്ഷനുകൾ നിലനിർത്തുക തന്നെ വേണം. ഹയർ ഓപ്ഷനുകൾ നിലനിർത്തുക തന്നെ വേണം. അവയൊരിക്കലും ക്യാൻസൽ ചെയ്യാൻ പാടുള്ളതല്ല. എന്നാൽ മറ്റ് കാറ്റഗറിയിൽ പെടുന്ന വിദ്യാർത്ഥികൾക്ക് ഇനി വേറൊരു അലോട്ട്മെൻറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യണം. ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യണമെന്ന് യൂണിവേഴ്സിറ്റി അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അത് എന്താണ്, നിങ്ങൾക്കിനി ഇതോടുകൂടി പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കണം, വേറെ ഓപ്ഷൻ ഇല്ല. അങ്ങനെയാണ് ഈ തേർഡ് അലോട്ട്മെൻറ്റിലുള്ള കാര്യങ്ങൾ നടക്കുന്നത്. എന്താണെങ്കിലും PG തേർഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തു. അപ്പോൾ അഡ്മിഷൻ നടക്കുന്നത് ജൂലൈ മാസം 18, ജൂലൈ മാസം 19 തീയതികളിലാണ്. ആരൊക്കെയാണ് യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കേണ്ടതെന്ന് പ്രധാനമായിട്ടും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, 1ാമത്തെ അലോട്ട്മെൻറ്റിലും 2ാമത്തെ അലോട്ട്മെൻറ്റിലും പ്രവേശനം ലഭിക്കാതെ 3ാമത്തെ അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ട് പ്രവേശനം നേടിയവർ യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കണം. കോളേജ് ജോയിനിങ് ജൂലൈ മാസം 18, 19 തീയതികളിലാണ് നടക്കുക. എന്നിങ്ങനെയുള്ള പ്രധാനമായിട്ടും നമ്മൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്ക് ഇനിയും സംശയം ഉണ്ടെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണുക, ഒന്നും കൂടി മുഴുവനായിട്ട് കാണുക. എന്നിട്ട് സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയ കാണുന്നതിന് വേണ്ടി മിസ്കൃത ഫോൺ സബ്സ്ക്രൈബ് ഫോർ ദ കരികടൻ. താങ്ക് ഫോർ വാച്ചിങ്. ബൈ.